ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. വീണ്ടും നമ്മൾ കല്യാണ വിശേഷത്തിൻ്റെ ലാസ്റ്റ് ഭാഗവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള വീഡിയോ ഒക്കെ ഇട്ടതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കല്യാണം ഇന്നത്തെ വീഡിയോയിൽ കല്യാണം ഇന്നത്തെ വീഡിയോയിൽ കല്യാണമാണ് കാണിക്കുന്നത്. ഒറ്റ വീഡിയോ ആയിട്ട് ഇടേണ്ടായിരുന്നേ, പക്ഷെ എന്ത് ചെയ്യാം, ഒറ്റ വീഡിയോ ഇട്ടിട്ട് അരമണിക്കൂർ കൂടുതൽ വരും. അപ്പം നിങ്ങളാരും കാണൂല. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ബോറടിയായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് 3 പാർട്ടായിട്ട് ഇട്ടത്. അപ്പോൾ 2 പാർട്ടും കഴിഞ്ഞ് ഇത് 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സുഹൃത്തുക്കളെ. കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസമായേ. അതിന് ശേഷമൊക്കെയാണ് വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. 2-3 പാർട്ടായിട്ട് ഇട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ പിറ്റേന്ന് തന്നെ ഇടാമായിരുന്നു. എന്തായാലും വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പനി അടിച്ച് കേട്ടോ. പനിയെന്ന് പറയാനല്ല, ബോഡി പെയിൻ, തൊണ്ടവേദന, ജലദോഷം ഒന്നും പറയണ്ട. ആകെ ഒരു ബുദ്ധിമുട്ട്, ക്ഷീണമൊക്കെയാണ്. ഡോളേരെ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. എന്തായാലും നമ്മൾ എടുത്ത് വെച്ച വീഡിയോ ഇട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ഇടാനും പറ്റില്ല. നമ്മളാ ഫോൺ ഗാലറിയിൽ അത് ഫുള്ളായി കിടക്കും. അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എടുത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ കല്യാണം വരെയുള്ള വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. വീണ്ടും കൂടുതൽ എടുക്കാമെന്ന് കരുതിയാൽ നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും. അതുകൊണ്ട് കെട്ട് വരെയുള്ളത് എടുത്തങ്ങ് സ്റ്റോപ്പാക്കി. വൈകുന്നേരത്തെ റിസപ്ഷനും കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ അപ്പോഴും തന്നെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഈ എടുത്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യണം. ഇത് അതിന് പറ്റില്ലല്ലോ. അപ്പോൾ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് കുറേ ആവും, നമ്മളെ ഫോൺ സ്റ്റക്കാവും. അതുകൊണ്ട് കല്യാണം വരെയുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതെപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാണാമല്ലോ. നമ്മൾ യൂട്യൂബിൽ ഈ വീഡിയോ ഒക്കെ ഇടുന്ന. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ശരിക്കും കല്യാണം ഞാനും കണ്ടില്ല കേട്ടോ. കല്യാണം ശ്രദ്ധിച്ചാൽ നമുക്ക് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. കല്യാണം കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിക്കുമ്പോഴത്തേക്ക് ഫോൺ വേറെ എവിടെയെങ്കിലും പോയി വേറെ ഏതെങ്കിലുമൊക്കെ ഇരിക്കും. അതുകൊണ്ട് ശരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഡയറക്റ്റ് കല്യാണം കാണാൻ ശരിക്കും കാണാൻ പറ്റില്ല. നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോഴും ഫോണിൽ കൂടെയാണ് കല്യാണം കറക്റ്റാണ് കാണുന്നത് കേട്ടോ. നമ്മൾ ഉള്ള ഇടയിലിരുന്നിട്ട് ഉള്ള സ്പേസിൻ്റെ ഇടയിൽ കൂടെയാണ് ഫോണൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളെ ഫോട്ടോഗ്രാഫർ മക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ചേച്ചി വീഡിയോ എടുക്കുന്ന. അപ്പം മുഹൂർത്ത സമയമായി. പയ്യനെല്ലാം കഴിഞ്ഞ് കതിർ മണ്ഡപത്തിലിരിപ്പുണ്ട്. അപ്പം പെണ്ണിനെ കൊണ്ടുവന്ന് പെണ്ണ് താലപ്പൊലിയായിട്ടൊക്കെ വലം വെച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണണേ. നിങ്ങളൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെയൊക്കെ തന്നെയാണ്. ചേച്ചിക്ക് വോയിസ് കൊടുക്കാൻ വയ്യ സുഹൃത്തുക്കളെ. ഫാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അതിനിടയിൽ ജലദോഷം, തൊണ്ടവേദനയൊക്കെ കൊണ്ടിട്ട് അതിനും വയ്യ. അപ്പോൾ ഞാൻ പിന്നെ ഇടാമെന്ന് കരുതിയാലേ, ഈ വീഡിയോ പിന്നെ ഇടാമെന്ന് വിചാരിച്ചാൽ വീണ്ടും ദിവസം നീണ്ടു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇട്ടില്ലായിരുന്നു. ഇന്നലെ ഇടേണ്ടതായിരുന്നു കേട്ടോ, ഇട്ടില്ല. അബി, വോളിയം കുറച്ച് വയ്ക്ക്. ഞാനിവിടെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ TV വോളിയത്തിലിട്ടിട്ടിരിക്കുകയാണ്. പിന്നെ എനിക്കിത് കട്ട് ചെയ്യാൻ വയ്യ. കട്ട് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ ഒന്നേന്ന് വോയിസ് കൊടുക്കേണ്ടി വരും സുഹൃത്തുക്കളെ. കട്ട് ചെയ്ത് എനിക്ക് വോയിസ് കൊടുക്കാനൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അത് ഓണാക്കി വെച്ചിട്ട് തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തൊരു ചൂട്! നിങ്ങൾ അവിടെയൊക്കെ ചൂട് തന്നെയാണോ? എനിക്കാണെങ്കിൽ ആകെ ഒരു ചൂടും പരവേശവും വെപ്രാളവും എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ സുഹൃത്തുക്കളെ. അപ്പോൾ അവിടെ പെണ്ണ് അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി കതിർ മണ്ഡപത്തിലോട്ട് കയറാം. ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കാണാമല്ലോ. ചേച്ചി എല്ലാം കറക്റ്റ് നിങ്ങൾ നേരിൽ കാണുന്നത് പോലെ കാണിക്കുകയല്ലേ. ഇതിപ്പോൾ എപ്പോഴും വേണമെങ്കിലും ഇതൊരു ഓർമ്മയാണ്. അവർക്കും കാണാം. അവരെന്തായാലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് പിന്നെ വീഡിയോയും പിന്നെ ഫോട്ടോസൊക്കെ കിട്ടുന്നതിന് മുമ്പേ അവരെ കല്യാണം അവർക്ക് ഇതിൽ കൂടെ കാണാം കേട്ടോ. അവരെ കല്യാണം അവർക്ക് ഇതിൽ കൂടെ കാണാം. അവരും കാണട്ടെ. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും. എല്ലാവരും വീഡിയോ കാണണം. ഈ ചേച്ചി പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ്
ചേച്ചിയുടെ വിജയം. നാഗദസ്വര മേളവും ബഹളവും ആരവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ടാണ് വോയിസ് കൊടുക്കുന്ന. പേടിയാണ് കേട്ടോ, കോപ്പിറൈറ്റ്. ഞാൻ പറഞ്ഞല്ലോ 4-5 വീഡിയോക്കൊക്കെ എനിക്ക് കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് പേടി. അതുകൊണ്ടാണ് ഞാൻ നാഗസ്വരമൊക്കെ തന്നെ, പണ്ടത്തെ ഇതിൽ നാദസ്വരമോ എന്നൊക്കെ പറയും. ഇപ്പം എന്ത് പറയും? ഞാൻ പറഞ്ഞില്ലേ, വോയിസ് കൊടുക്കാനിരിക്കുമ്പോൾ ചേച്ചിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. ഇന്നലെ തന്നെ സ്വീകരണം നടത്തിയതിന് ബൊക്ക കൊടുക്കുന്നതിന് അന്നേരം വായിൽ ബൊക്കയെന്ന് പറയാൻ വായിൽ ആ വാക്ക് വന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴും വോയിസ് കൊടുക്കുന്നതിൽ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. നമുക്ക് ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോ എടുത്തെടുത്ത് എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞങ്ങ് വീഡിയോ എടുത്താൽ പ്രശ്നമില്ല. പിന്നെ നമ്മളത് വോയിസ് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ താലി ചാർത്തൽ കർമ്മം നടന്ന് പയ്യൻ പെണ്ണിന് മാലയൊക്കെ ചാർത്തുകയാണ് കേട്ടോ. മാല ചാർത്തലൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടോളും. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ കേട്ടോ. നമ്മളെന്തെങ്കിലും വിശേഷങ്ങളൊക്കെ, ഇനിയിപ്പോൾ നാളെ ഒരു പാല് കാച്ചുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞമ്മയുടെ മോളെ വീട് പാല് കാച്ചുണ്ട്. മറ്റന്നാൾ നമ്മളെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോഴെന്തെങ്കിലുമൊക്കെ വീഡിയോകൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും ചേച്ചി വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിലെത്തിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ എവിടെ പോയാലും എന്ത് വിശേഷം കണ്ടാലും അപ്പോഴും ഫോണെടുത്ത് വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നതാണ്. ഞാനിന്നിപ്പോൾ ഇത് അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മളെ ഇതുവഴി കാവടി പോയേ. കാവടി നാളെ മേടം 10 അപ്പോൾ ഒരമ്പലത്തിൽ കാവടി, നമ്മളിവിടെ ഈ അടുത്ത ക്ഷേത്രത്തിൽ, ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് കാവടി ആരംഭം. അപ്പോൾ നമ്മളെ നടവഴിയാണ് പോയത്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ അത് പോയിക്കൊണ്ടിരുന്ന് പെട്ടെന്ന് ഫോണെടുത്ത് ഞാനതും വീഡിയോ എടുത്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അതും നിങ്ങളെ മുന്നിലെത്തിക്കാം. നിങ്ങളൊക്കെ ഒന്നും അതൊന്നും കാണാൻ താല്പര്യമില്ല. നമ്മൾ വീഡിയോ എടുത്തിട്ടാലും നിങ്ങൾക്ക് കാവടി ആയാലും ഒന്നും കാണാൻ താല്പര്യമില്ല. ഇപ്പം നമ്മൾ ഈ കല്യാണ വീഡിയോ 2 ഇട്ടതിൽ ഒന്ന് അത്യാവശ്യമില്ലാതെ എല്ലാവരും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതും എല്ലാവരും കാണണം കേട്ടോ. കല്യാണമൊക്കെ നിങ്ങളെ കാണുക, നമ്മളെ ബന്ധുക്കളെ കല്യാണമൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. എനിക്കാണെങ്കിൽ വിയർത്തിട്ടിരിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞല്ലോ, ഫാൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് സുഹൃത്തുക്കളെ കഥ പറയുന്നത്. ഞാൻ എന്തായാലും ഫാൻ ഇടാൻ പോകണം, എനിക്ക് പറ്റത്തില്ല. ഇനി എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ. ഇല്ലെങ്കിൽ ചേച്ചി ഒരു പരുവാവും. മൊത്തത്തിൽ ഇന്ന് ചേച്ചിക്ക് ബോഡി പെയിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതാണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 10-നും 10:30-ക്കൊക്കെ ആയിരുന്നു മുഹൂർത്തം. സാരി നമ്മളെ ഇതിലുണ്ടല്ലോ, നമ്മളെ ഇതിൽ പെണ്ണിൻ്റെ വീട്ടിൽ സാരി ഉടുത്താണ് കെട്ട് നടത്തുന്നത്. പലർക്കും പല രീതിയാണ് കെട്ട്. ചിലർ പയ്യൻ്റെ സാരിയൊക്കെ ഉടുത്താണ് കെട്ട് നടത്തുന്നത്. നമ്മളിതിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളെ വീട്ടിൽ സാരി ഉടുത്താണ് കെട്ട് നടത്തുന്നത്. കെട്ട് കഴിഞ്ഞ് താലി കെട്ട് കഴിഞ്ഞ് മാലയൊക്കെ ഹാരമൊക്കെ ചാർത്തിയതിന് ശേഷം പയ്യൻ്റെ കാല് തൊഴുതാണ് പയ്യൻ്റെ ഡ്രസ്സ് വാങ്ങുന്നത് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ എല്ലാ കെട്ടും കഴിഞ്ഞതിന് ശേഷം കാലൊക്കെ തൊഴുത് പയ്യൻ്റെ ഡ്രസ്സ് വാങ്ങിയ ഒരൈറ്റം അല്ല കേട്ടോ, 2 ഐറ്റം സാരിയുണ്ട്. നേരിയത് സാരിയുണ്ട്, അല്ലാതെ കെട്ട് സാരിയുണ്ട്. അപ്പം പെണ്ണിൻ്റെ സാരി ഉടുത്ത് കെട്ട് നടത്തിയതിന് ശേഷം അതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് നേരിയ സാരി ഉടുക്കും. നേരിയ സാരി ഉടുത്ത് പിന്നെ അത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം സദ്യയൊക്കെ ഉണ്ടതിന് ശേഷം പയ്യൻ്റെ വീട്ടിൽ പോകാൻ സമയത്താണ് കെട്ട് സാരി ഉടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കല്യാണത്തിന് നമ്മൾ 3 സാരി ഉടുക്കും. നമ്മളെ വീട്ടിൽ നിന്ന് സാരി ഉടുത്ത് കല്യാണം നടത്തും. പയ്യൻ കൊണ്ടുവരുന്ന സാരിയിൽ നേരിയ സാരിയോ പുടവയോ ഉടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് സദ്യയൊക്കെ കഴിച്ചിട്ട് പോകാൻ സമയമാകുമ്പോഴത്തേക്കാണ് കെട്ട് സാരിയൊക്കെ ഉടുക്കുന്നത്. നമ്മളിതിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പലർക്കും പല രീതിയാണല്ലോ കല്യാണവും കാര്യങ്ങളും ഒക്കെ. ചിലർക്ക് കെട്ട് സാരി ഒരു സാരി തന്നെയാണ്. ഒരു സാരി ഉടുത്താൽ പിന്നെ മാറ്റില്ല. ആ പയ്യൻ തലേദിവസമൊക്കെ സാരി കൊണ്ട് കൊടുക്കുന്ന ചടങ്ങുണ്ടല്ലോ, ആ സാരി ഉടുത്താൽ പിന്നെ ആ സാരി തന്നെയാണ്. നമ്മളതിൽ അങ്ങനെയല്ല, 3 സാരി മാറ്റും. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ സദ്യ ഉണ്ണാൻ വന്നിരിപ്പുണ്ട്. ഞാനും ചേട്ടനൊക്കെ അടുത്തടുത്ത് ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന എന്നും ചേട്ടൻ അറിഞ്ഞിട്ടില്ല കേട്ടോ.
ചേട്ടൻ അറിയാതെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അത് അങ്ങോട്ട് എവിടെയൊക്കെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. എല്ലാവരും കാണണം. അടുത്തൊരു വിശേഷവുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും. എന്തായാലും കല്യാണ വീഡിയോ നിങ്ങൾക്ക് കാണാം പിന്നെ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് ഒറ്റ പാർട്ടായിട്ട് ഒരാളെ വീഡിയോ ചേച്ചി 3 പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കല്യാണ വീഡിയോ ഇതോടെ ഫുള്ളായിട്ടുണ്ട്. വൈകുന്നേരം റിസപ്ഷനും കാര്യവും കൂടെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരുപാട് ലെന്ത് കൂടും. നമ്മളെ ഫോണിനത് താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോൾ എന്നാൽ ഞാൻ സദ്യ കഴിക്കട്ടെ. എല്ലാവരും വീഡിയോ കാണണം. ആരും കേട്ടോ, ആരും വീഡിയോ മിസ്സാക്കി പോകരുത്. എല്ലാവരും വീഡിയോ കാണണം. ചേച്ചിക്ക് വയ്യാതെയാണ് ചേച്ചി വോയിസ് കൊടുക്കുന്നത്. ഇതിനിടയിൽ ചേച്ചി ഫാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വോയിസിൽ എത്രത്തോളം ക്ലാരിറ്റിയും എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നും ഒന്നും അറിഞ്ഞൂടാ സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞില്ലേ, തൊണ്ടവേദന ഒരറ്റം, ബോഡി പെയിൻ ഒരറ്റം, ആകെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ വീഡിയോ ഇന്നലെ ചേച്ചി ഇട്ടില്ലായിരുന്നു കേട്ടോ. ഇന്നലെ ഇട്ടോ ഇട്ടില്ല ഓർമ്മയില്ല. അപ്പോൾ ടാറ്റ, ബൈ ബൈ.